ഇന്നിപ്പോ രാവിലെ തന്നെ നമ്മളെ റൂഹിമ അങ്ങോട്ട് വന്നു കേട്ടാ നമ്മളെ ലൂക്കാക്കാനും ലീത്താത്താനൊക്കെ കാണാൻ സംഭവം നമ്മളെ റൂഹിമാർ കാണാൻ വന്നാണെങ്കിലും വലിയ മൈൻഡ് ഇല്ല റൂഹിമാക്ക്. എന്താ വെച്ചപ്പോ റൂഹിമ പറയാ ഈ പെണ്ണ കാടമുട്ടന്റെ പെട്ടിമേൽ കെട്ടി മറിയാണ് ഇന്നെ മൈൻഡ് ആക്കണില്ല. ഒച്ചപ്പാട് ഇട്ട് കണ്ട് അപ്പുറത്ത് നോക്കുമ്പോൾ നമ്മളെ കല്യാണ പെണ്ണെ തുള്ളിച്ചാടി കണ്ട് വരുന്നേ. ഈ പെണ്ണിന്റെ കല്യാണമാണ് 3-4 ദിവസം കൂടി കഴിഞ്ഞാലേ ഓളിപ്പോ വെയിലത്തൊന്നും ഇറങ്ങലില്ല. അതുകൊണ്ട് വെയിൽ കാണുമ്പോ അപ്പോൾ ഓടും. വെയിൽ കൊണ്ടാലും ഗ്ലോ പോവലോളെ. ഓളിപ്പോ ഈ വെയിൽ കൊണ്ട് കണ്ട് നമ്മളെ കാക്കാനും താത്താനും കാണാൻ വന്നാണ്. പിന്നെ രണ്ടിനും കുളി തന്നെ തീറ്റ കുടിയൊക്കെ കഴിഞ്ഞാണ്ട് വേഗം ഉറക്കി. കാരണം എനിക്ക് 2-3 സാധനം വാങ്ങാൻ പോകാണ്ട് അടികൾ കൊണ്ടുപോയ ഒന്നും നടക്കൂല. എന്തേ ആവശ്യത്തിന് കൊണ്ട് പോയാലേ കുറച്ചേരൊക്കെ നല്ലപോലെ നിൽക്കും. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാലേ കരച്ചിലായി പിടിച്ചിലായി അടിപിടി മാന്തലൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ബഹളായിരിക്കും. അതുകൊണ്ട് രണ്ടിനും കൊണ്ടാവാതെ ഉറക്കി കൊടുത്തുകൊണ്ട് പോയി. എന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തിയൊക്കെ പെണ്ണ് രണ്ടും കൂടി എണീറ്റിരിക്കണേ. കാക്കാക്ക് മമ്മനെ കണ്ട സന്തോഷമാണത്. ആ പെണ്ണിനാണെങ്കിലും നിങ്ങൾ പോകുമ്പോൾ എന്നെ കൊണ്ടല്ലോ എന്നുള്ള സങ്കടം. എന്നോട് പറയാണ് നിങ്ങൾ പോവാണെങ്കിൽ ഒരു വാക്കിനോട് പറഞ്ഞോട് ഞാൻ വേഗം ഉറങ്ങൂലായിരുന്നു. ഞാൻ പറഞ്ഞു ഇനി മമ്മ പോകുമ്പോ എന്തായാലും എന്നോട് പറയാതെ പോകൂലെന്ന്. അവന്റെ ഒരു തരികിടോക്കി നിങ്ങള് ഈ ചീച്ചിൽ പെണ്ണാണെങ്കിൽ അപ്പത്തേക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ പാമ്പ് മരത്തെ മുടിയൊന്ന് നന്നാക്കാൻ നോക്കിയാലോ സ്പ്രിംഗ് മാരിങ്ങാടൻ തിരിച്ചങ്ങോട്ട് വരും. അത് അല്ലെ ക്ലിപ്പോ സ്ലൈഡോ കുത്തിക്കാണ്ട് നേരാക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് രണ്ടായോണ്ട് 4 ഭാഗത്ത് പിടിച്ച് പറിച്ചെടുക്കും. അത് നിങ്ങളെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. മുടി കെട്ടുക, ഹെയർ ബാൻഡ് ഇടുക, ക്ലിപ്പ് ഇടുക, അതൊന്നും ഇഷ്ടമില്ലാത്ത പെൺകുട്ടികൾ അങ്ങക്കുള്ളത്. പിന്നെ നമ്മളെ ലൂക്കൊക്കെ നേരെ പോയിക്കണ വാഷ് ബേസിന്റെ അടുത്തേക്ക് അവിടുത്തെ വേസ്റ്റ് ബിൻ ഒക്കെ ക്ലിയർ അല്ലേ നോക്കാനേ. ഇത്രയും ഒരു വൃത്തിയും വെടിപ്പുള്ള ഒരു കുട്ടി ഞങ്ങൾ ഈ ഭാഗത്തൊന്നുമില്ലോ. ആ കൊട്ടിയും പിടിച്ചാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നടക്കാണോ. ഇനി ആർക്കെങ്കിലും കച്ചറ എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ ഓൻ അങ്ങോട്ട് പോകും ഓരോടത്തേക്ക്. നമ്മളെ ലൂക്കൊക്കെ വൃത്തി കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒക്കെ പറയാ നിങ്ങളെ പുന്നാര മോളം കൊണ്ട് വിളിക്കും ഓളൊന്ന് കണ്ട് പഠിക്കട്ടെ എന്നെന്ന്. നിങ്ങളോളെ കൊഞ്ചിച്ച് ആ പെണ്ണ് ഒരു പണി എടുക്കാതെ അയക്കണെന്ന് ഓൻ പറയാണ് എന്നോട്. ആ പെണ്ണ് ഓടിച്ചു നോക്കണം ആരെന്റെ പേരൊക്കെ ഇവിടെ പറയണേന്ന്. ഓളോ ഓനോട് പറയണേ ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ചെയ്തോ ഈ വല്ലാതെ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ടാന്ന്. ഓൾ അങ്ങനെ പറഞ്ഞപ്പോഴേ പകച്ചു പോയി. ഞാനോട് പറയണ ഇനി പാരും ഞാൻ പണിയെടുക്കണില്ല അറിഞ്ഞാണ്ട് ഇവിടെ കരയണ്ട ഞാനും കൂടെ അവിടെ പണിയെടുത്തോളാന്ന്. അവൻ പറഞ്ഞാണ്ട് അതിന്റെ ഉള്ളിൽ കയറി പിടിച്ചിക്കാണോള്. ഓളങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് നമ്മളെ ലൂക്കൊക്കെ കൊട്ടൊക്കെ അങ്ങോട്ട് കൊടുത്തേ. ഉടൻ പറയണേ എന്നാ അങ്ങോട്ട് ക്ലീൻ ആക്കി കൂടുന്നു. ഓളാണെങ്കിലോ ആ പല്ലും കാട്ടിക്കാണ്ട് ആ നോക്കിയിരുന്നോ ഞാനിപ്പോ ചെയ്യുന്നു. നമ്മുടെ താത്താക്ക് അങ്ങനത്തെ പൊടി കച്ചറകളൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അവള് ക്ലീൻ ആക്കാത്ത. ഏതായാലും രണ്ടാളും കൂടെ അവിടെ ക്ലീൻ ആക്കി ഇരിക്കട്ടെ. അപ്പൊ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ സീ യു.